തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും മുന്നണി യോഗങ്ങൾ വിളിക്കാതെ LDFിൻ്റെയും UDFിൻ്റെയും നേതൃത്വങ്ങൾ. വൻ തോൽവി നേരിട്ട ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ചർച്ചകൾ മുന്നണിയിൽ ഇതുവരെ നടത്തിയിട്ടില്ല. ഇടത് മുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം പോലും ചേരാൻ കഴിഞ്ഞിട്ടുമില്ല. ഇതിനിടയിലാണ് പ്രതിപക്ഷ ഉപനേതാവ് സംബന്ധിച്ച ചർച്ചകളും വിവാദങ്ങളും ഉണ്ടാവുന്നത്. ഇക്കാര്യത്തിൽ ഇനി CPIയുമായി ധാരണയുണ്ടായ ശേഷമേ മുന്നണി യോഗം ചേരാനുള്ള ഇടയുമുള്ളൂ. അതേസമയം വലിയ വിജയം കിട്ടി അധികാരത്തിലെത്തിയിട്ടും UDFിനും മുന്നണി യോഗം ഔദ്യോഗികമായി വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനം വീതംവയ്പ് അടക്കമുള്ള വിഷയങ്ങൾ UDFിലും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനുമപ്പുറം ഭരണത്തിൻ്റെ ആദ്യ നാളുകളിൽ നിരവധി വിവാദ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും മുന്നണി യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് വരണം. അതുകൊണ്ട് പൊതുവിൽ സംസ്ഥാനത്തിൻ്റെ രണ്ട് മുന്നണികളിലും നിലനിൽക്കുന്നത് കടുത്ത ആശയക്കുഴപ്പവും പ്രതിസന്ധികളുമാണ്. എന്താണ് സാഹചര്യം? വിശദമായി നോക്കാം. കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, മുന്നണി യോഗം ഇടതുമുന്നണിയുടെ പ്രതിസന്ധിയാണ് അതിരൂക്ഷമെന്ന് കരുതാം. കാരണം എന്തുകൊണ്ട് തോറ്റു എന്ന പരിശോധന പോലും മുന്നണിക്കകത്ത് നടന്നിട്ടില്ല. ഇത് അസാധാരണമല്ലേ? മുൻകാലങ്ങളിൽ ഇടതുമുന്നണി മികച്ച ഏകോപനത്തോടെ മുന്നോട്ട് പോയ ചരിത്രമാണുള്ളത്. പൊതുവിൽ UDFിലെ അസ്വാരസ്യങ്ങളൊന്നും ഇടതുമുന്നണിയിൽ അത്ര കണ്ട് കേൾക്കാറില്ല. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യാൻ പോലും യോഗം വിളിച്ചിട്ടില്ല. എന്തിന് എങ്ങനെ തോറ്റു എന്നത് പോലും LDFിൽ ചർച്ചയായിട്ടില്ല. സജിത്ത്, രണ്ട് മുന്നണികളുടെ യോഗം ഈ പുതിയ സർക്കാർ വന്ന ശേഷം ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ജയിച്ചവരെല്ലാം, അത് ഭരണമുന്നണിയായാലും പ്രതിപക്ഷ മുന്നണിയായാലും ജയിച്ചവരെല്ലാം ജയിച്ചു, പാർട്ടിയും മുന്നണിയും ഒക്കെ പുറത്ത് എന്നുള്ള അവസ്ഥയിലാണ് ഇടതുമുന്നണിയായാലും UDF ആയാലും നിൽക്കുന്നത്. നമുക്ക് ഇടതുമുന്നണിയിലെ പ്രതിസന്ധി തന്നെയാണ് ഇതിൽ ഏറ്റവും രൂക്ഷം. ഏറ്റവും അവസാനം മെയ് 6-നാണ് LDF യോഗം ചേരുന്നത്. ഇന്നിപ്പോൾ 2 മാസം തികയുന്നു. ഈ 2 മാസത്തിനിടയ്ക്ക് LDF ചരിത്രത്തിലില്ലാത്ത ഏറ്റവും കനത്ത തിരിച്ചടി നേരിട്ട ഒരു ഘട്ടമാണ് എന്നത് ആലോചിക്കണം. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നതിൽ ഓരോ പാർട്ടികൾക്കും പഠിക്കണം എന്നൊക്കെ അന്ന് തീരുമാനിച്ചു. ഈ മെയ് 6-ന്റെ യോഗം തന്നെ വളരെ വേഗത്തിൽ വിളിച്ചു ചേർത്ത ഒരു യോഗമായിരുന്നു. അതിനുശേഷമാണ് ഓരോ പാർട്ടികളും അവരുടെ അവലോകനം എടുക്കാം, അത് മുന്നണി കൂട്ടായി ചർച്ച ചെയ്യാം, വേണ്ട തിരുത്തലുകൾ വരുത്താം എന്നെല്ലാം തീരുമാനിച്ചത്. പക്ഷേ അതിനുശേഷം ഇതുവരെയും ആ മുന്നണി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പ്രതിപക്ഷ ഉപനേതൃ പദവിയാണ്. പ്രതിപക്ഷ ഉപനേതൃ പദവി അങ്ങനെ ഒരു നിയമസഭാ ചട്ടങ്ങളിൽ അങ്ങനെ ഒരു പദവിയില്ലെങ്കിലും കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ട് കാലമായി അത്തരം ഒരു കീഴ്വഴക്കം നിയമസഭയിലുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് സ്ഥാനവും പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനവും CPMന്റെ നേതാക്കൾ തന്നെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വഹിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ CPMന്റെ പരാജയം കനത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ CPIക്ക് പ്രതിപക്ഷ ഉപനേതൃ പദവി വേണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യം പക്ഷേ CPM പരിഗണിച്ചിരുന്നില്ല. അക്കാര്യത്തിൽ രണ്ട് പാർട്ടികളും ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെയും കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം അതാണ് ഇപ്പോൾ CPI കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. അത് അടഞ്ഞ അധ്യായമാണ്. അക്കാര്യത്തിൽ അതെല്ലാം തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. അത് തീരുമാനം ഒന്നുമില്ല എന്ന തരത്തിലേക്ക് CPI അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നു. ഇതോടുകൂടി CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറിന്റെ പ്രതികരണം രൂക്ഷമായിരുന്നു. ഭരിച്ച കാലത്ത് CPI പറഞ്ഞതൊക്കെ കേട്ടിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഗതികെട്ട പരാജയം ഉണ്ടാകുമായിരുന്നില്ല എന്നത് കൂടി പറഞ്ഞു. അപ്പോൾ പരാജയത്തിന് ഉത്തരവാദിത്തം പൂർണ്ണമായും CPMനാണ് എന്നതുകൂടി CPI പറഞ്ഞു വെക്കുകയാണ്. ഈ നിയമസഭയിൽ സമ്മേളനം നടക്കുമ്പോഴും പ്രതിപക്ഷത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ അസ്വാരസ്യം പുറത്തു വന്നില്ലെങ്കിൽ പോലും കൂട്ടായി സാധാരണ പ്രതിപക്ഷ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ നിയമസഭാ കക്ഷിയോഗം നടക്കും. നിയമസഭാ കക്ഷിയോഗത്തിൽ CPIയുടെയും CPM എല്ലാം കൂടിയിരുന്ന് ആലോചിച്ച് അവർ യോജിച്ച നീക്കമാണ് നടത്തുന്നത്. പക്ഷേ അത്തരം ഒരു യോഗം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. LDFിന്റെ യോഗവും ചേരുന്നില്ല. ഘടകകക്ഷികളൊക്കെ ഇതുവരെയും കഴിഞ്ഞ 10 വർഷത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ CPM ഒരു തീരുമാനം പറയും, അതിനപ്പുറത്തേക്ക് വല്ലപ്പോഴും ഒരു ചില തീരുമാനങ്ങൾ CPI എതിർപ്പുയർത്തുമെന്നതിനപ്പുറത്തേക്ക് മറ്റ് ഘടകകക്ഷികൾക്കൊന്നും കാര്യമായ ഒരു ശബ്ദവും ഉണ്ടായിരുന്നില്ല. CPMന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ആവില്ല. കനത്ത പരാജയമാണ് മുന്നണി നേരിട്ടത്. ആ പരാജയത്തിൽ ഈ ഘടകകക്ഷികൾക്കെല്ലാം കടുത്ത അതിർത്തിയുണ്ട്. ആ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം CPMന്റെ ഇത്തരം ഏകാധിപത്യ നയങ്ങളായിരുന്നു എന്ന വിമർശനമുണ്ട്. അതെല്ലാം ഈ മുന്നണി യോഗത്തിൽ വരാനുള്ള സാധ്യത ശക്തമാണ്. CPM ഇപ്പോഴും കഴിഞ്ഞ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിൽ പരാജയമായോ പാർട്ടിയുടെ പരാജയമായോ അതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഏതെങ്കിലും തരത്തിലൊരു പരാജയമായി അതിനെ വിലയിരുത്താൻ എവിടെയും അംഗീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. എന്തിന് MV ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ച PK ശ്യാമളെ മത്സരിപ്പിച്ച വിഷയത്തിൽ ജനറൽ സെക്രട്ടറി CPM ജനറൽ സെക്രട്ടറി അത് പരസ്യമായി അത് വീഴ്ചയായിപ്പോയെന്ന് പരസ്യമായി തള്ളിപ്പറയുമ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന നിലപാടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കേരള സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സ്വീകരിച്ചത്. സാധാരണ CPM ജനറൽ സെക്രട്ടറിമാരുടെ അഭിപ്രായം പറഞ്ഞാൽ സംസ്ഥാന നേതൃത്വത്തിൽ നിൽക്കുന്നവരാരും ആ അഭിപ്രായത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയില്ല. അങ്ങനെ പോലും പാർട്ടിക്കുള്ളിൽ പോലും ആ തരത്തിലേക്കുള്ള പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഒരു വിഭാഗം യുവ നേതാക്കളൊക്കെയും ഈ പാർട്ടിയുടെ ഇത്തരം ഒരു പോക്കിൽ കടുത്ത അതൃപ്തിയിലാണ്. അത്തരം അതൃപ്തിയുമൊക്കെ ഇത്തരം ഒരു യോഗത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ അതിർത്തിയൊക്കെ സ്വാഭാവികമായും CPIയും മറ്റ് ഘടകകക്ഷികളുമൊക്കെ CPMന്റെ നേതാക്കൾക്ക് അകത്ത് പറയാൻ കഴിയുന്നെങ്കിൽ അത്തരം അതൃപ്തികൾ മറ്റ് ഘടകകക്ഷികളൊക്കെ ഈ യോഗത്തിൽ പറയാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും അത്തരം ഒരു ചർച്ചയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ CPMന് പ്രതിപക്ഷ ഉപനേതൃ പദവി CPIക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അത് CPMനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. കാരണം പിണറായി വിജയൻ
പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ CPI-എമ്മിൽ നിന്ന് തന്നെ KN ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ആലോചനയിലാണ് പാർട്ടി നിൽക്കുന്നത്. അതുകൂടി നഷ്ടപ്പെടുത്തി CPI-ക്ക് കൊടുത്താൽ അതും CPM-നെ സംബന്ധിച്ച് പിണറായി വിജയന് പിന്നീട് പറഞ്ഞു നിൽക്കാൻ പ്രയാസമാവും. മറ്റൊരു അഭിപ്രായം കൂടി ഉയരുന്നുണ്ട്. ഈ നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ പാർട്ടിയിൽ മറ്റു ചില തന്ത്രങ്ങളുണ്ട് എന്നുള്ള ചില അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊന്നും നമുക്ക് സ്ഥിരീകരണം നമ്മുടെ ഭാഗത്തിൽ, അതുകൊണ്ട് തന്നെ അത് പറയാൻ കഴിയില്ല. എന്തായാലും അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തോറ്റു നിൽക്കുന്ന ഒരു മുന്നണിക്ക് ആ തോൽവി പരിശോധിക്കാനോ ആ മുന്നണിയുടെ ഉപനേതാവ് ആരാവണമെന്ന് തീരുമാനിക്കാനോ കഴിയാത്ത ഒരു കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നിയമസഭയിലേക്ക് CPM-ഉം CPI-യും രണ്ട് നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു അവസ്ഥ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയിൽ തന്നെ KN ബാലഗോപാലിൻ്റെ ഒരു പ്രതികരണം, അത് അദ്ദേഹം ഭരണപക്ഷത്തോട് പറഞ്ഞ പ്രതികരണമാണെങ്കിൽ പോലും അത് പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. LOP ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, വല്ലതുമൊക്കെ എഴുന്നേറ്റ് പറയണം എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയനെതിരെയുള്ള ഒരു വിമർശനമായി തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടു. പിന്നീട് KN ബാലഗോപാൽ തന്നെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുമ്പോഴും പിണറായി വിജയൻ്റെ പിന്നിലുള്ള പ്രതികരണവും അതിൻ്റെ ഭാവങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് പൂർണ്ണമായും ഉറപ്പിച്ചു പറയാൻ, അല്ലെങ്കിൽ അത്തരം ഒരു പ്രചരണത്തെ മറികടക്കാൻ ഒരു വിശദീകരണം കൊണ്ട് കഴിയാത്ത അവസ്ഥയും ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിൽ ഒരു കടുത്ത പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ LDF നിൽക്കുന്നത്. അതാണ് LDF-ന്റെ സാഹചര്യം. കിരൺ, നമുക്ക് UDF-ന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ UDF-ൽ ഭരണ പ്രശ്നങ്ങളുണ്ട്, ബോർഡ് കോർപ്പറേഷൻ വീതം വെപ്പുണ്ട്, ഇങ്ങനെ പല വിഷയങ്ങളും ചർച്ച ചെയ്യാനായിട്ടുണ്ട്. ഇതിനുമപ്പുറം അവരുടെ പാർട്ടിയിൽ കോൺഗ്രസിനകത്ത് തന്നെ KPCC അധ്യക്ഷൻ മന്ത്രിസഭാംഗമായി, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മന്ത്രിസഭാംഗമാണ്. അപ്പോൾ സംഘടനാ തലത്തിൽ തിരുത്തലുകൾ വരുത്ത കിരണിലേക്ക് തിരികെ വരാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.